ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 മെയ് മാസം 18 തീയതിയാണ് മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന രാഹു കുംഭം രാശിയിലേക്ക് മാറും. അതുപോലെ തന്നെ കന്നി രാശിയിൽ നിൽക്കുന്ന ആ കേതു ചിങ്ങൻ രാശിയിൽ വരുന്നു. അത് അവിടെ 1.5 വർഷമാണ് നിൽക്കുന്നത്. 18 മാസം. കൊല്ലവർഷം 1200, ഇടവമാസം 4 തീയതിയാണ് ആ രാഹുവിന്റെയും കേതുവിന്റെയും പകർച്ച നടക്കുന്നത്. അങ്ങനെയുള്ള ഈ അവസരത്തിൽ തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം. ഞാൻ ഈ പറയുന്നത് ഗോചര ഫലങ്ങളാണ്. ജാതകാൽ കൂടി നല്ല ഫലങ്ങളാണോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നതിന്, പുരോഗതി ഉണ്ടാകുമോ, വിവാഹ തടസ്സങ്ങൾ മാറുമോ, തൊഴിൽ കിട്ടുന്നതിനും മറ്റ് വിദ്യാ തടസ്സങ്ങൾ എന്താണ്, ഇതൊക്കെ അറിയുന്നതിന് നേരിട്ട് വിളിക്കുന്നതിനൊക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ്. കുംഭം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം തുലാം രാശിക്കാർക്ക് 5ാം ഭാവമാണ്. 5 എന്ന് പറയുമ്പോൾ ത്രികോണ ഭാവം, ഭാഗ്യഭാവമാണ്. 11ാമിടത്തേക്കാണ് കേതു മാറുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വളരെയധികം പ്രാധാന്യമുണ്ട് ഈ രാഹു കേതുക്കളുടെ സ്ഥിതി കൊണ്ട്. 1.5 വർഷം വളരെ അതീവ ശ്രദ്ധയും ജാഗ്രതയും ഈ തുലാം രാശിക്കാർക്ക് ആവശ്യമാണ്. പ്രതിഭാസ്ഥാനം, പ്രജ്ഞ, പ്രതിഭ, മേധ, വിവേകശക്തി, പുരാതനം, പുണ്യം, മന്ത്ര, മാതൃതനിജ, ചിന്തനീയം, പഞ്ചമഭാവം എന്ന പ്രമാണപ്രകാരം ഉള്ള 5ാം ഭാവത്തിലേക്ക് രാഹു 1.5 വർഷം സ്ഥിതി ചെയ്യുമ്പോൾ ഒരു പ്രജ്ഞ അല്ലെങ്കിൽ ഒരു പ്രതിഭ, കാര്യപ്രാപ്തി, എബിലിറ്റി അല്ലെങ്കിൽ സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ, ബലം, അംഗീകാരം, തേജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു കുറവ് സംഭവിക്കാൻ പോകുന്നു. വളരെ ശ്രദ്ധയോടുകൂടി നിന്നില്ല എങ്കിൽ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ തെറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്കും വരാം. സ്ത്രീയോ പുരുഷനോ ധനവാനോ പാവപ്പെട്ടവനോ അല്ലെങ്കിൽ വിദ്യാസമ്പന്നനോ ജോലിയില്ലാത്തവനോ എന്നുള്ളതല്ല. പൊസിഷനിലിരിക്കുന്ന, ഏറ്റവും കൂടുതൽ നല്ല പൊസിഷനിലിരിക്കുന്നവരാണ് നിങ്ങൾ എങ്കിലും നിങ്ങൾക്ക് ഒരു മാനാപമാനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു 1.5 വർഷത്തിനകം. വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ സഹപ്രവർത്തകരോ ബന്ധുക്കളോ കുടുംബാംഗങ്ങളോ പോലും തള്ളിപ്പറയും തെറ്റുകാരനാണ് എന്ന്. അങ്ങനെ ഒരു സൂചനയാണ് ഈ പ്രതിഭാസ്ഥാനമായ 5ാമിടത്ത് രാഹു സ്ഥിതി ചെയ്യുമ്പോൾ. അത് രാഹു ആ ശനിയോട് യോഗം, ശനിയുടെ രാശിയാകുമ്പോൾ ശനിയുടെ സ്വഭാവം കൂടി കാണിക്കും. ഏത് രാശിയിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ രാശിയുടെ അധിപന്റെ സ്ഥിതി കൂടി കാണിക്കുന്ന ഒരു ഗ്രഹമാണ് ഈ രാഹു. അത് വിഘടനവാദിയാണ്. ഏത് കാര്യങ്ങളെയും ചിലപ്പോൾ സത്യസന്ധമായിട്ടുള്ളതോ അല്ലാത്തതോ ആയ കാര്യങ്ങൾക്ക് നേരെ എതിര് നിന്ന് വിപരീതമായ വാദപ്രതിവാദങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ച് കൊള്ളുകയില്ലാത്ത ഒരു വ്യക്തിത്വമാക്കി മാറ്റാൻ സൂചനയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും ക്ഷമയോടും വിട്ടുവീഴ്ചയോടും കൂടി വേണം ഈ രാഹുവിന്റെ ഈ പ്രതിഭാസ്ഥാനത്തെ സ്ഥിതി കൊണ്ട് ശ്രദ്ധിക്കേണ്ടത്. ആ കുംഭം രാശിയിലേക്ക് വ്യാഴം 1 വർഷത്തേന് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. പൂർണ്ണ ദൃഷ്ടിയാണ്. അതുകൊണ്ട് 1 വർഷത്തേന് അധിക ദോഷങ്ങളൊന്നും സൂചകമല്ല എന്നുള്ളതാണ് കാണുന്നത്. അതായത് സർവേശ്വരകാരകനും സർവ സമ്പത്പ്രദാത്രിയുമായിരിക്കുന്ന വ്യാഴം ആ പ്രതിഭാസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ലക്ഷം ദോഷത്തെ ഹരിക്കുന്നതാണല്ലോ ആ വ്യാഴം. അതുകൊണ്ട് ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. മനസ്സ് നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. എപ്പോഴും നന്മ വരും. ഒരബദ്ധത്തിൽ ചെന്ന് ചാടിയാൽ പോലും പോസിറ്റീവായിട്ട് ചിന്തിച്ച് നാളെ മുതൽ നന്മ വരും, അല്ല കൂട്ടുകാരൊക്കെ നമ്മുടെ ഭാഗത്ത് നിൽക്കും, അധികാരികൾ നിൽക്കും, കുടുംബാംഗങ്ങൾ നിൽക്കും എന്ന പ്രതീക്ഷയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. തുലാം രാശിക്കാർക്ക് 9ാം ഭാവത്തിലാണ് വ്യാഴം 1 വർഷത്തേന് സഞ്ചരിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാമല്ലോ. എന്നിരുന്നാലും രാഹു ആ 9ാം ഭാവത്തിലേക്ക്
ദൃഷ്ടി ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾക്കെങ്കിലും ഭാഗ്യ തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. ഇങ്ങനെയുള്ള ഭാഗ്യ തടസ്സങ്ങളും മനക്ലേശങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് രാഹുവിന് പൂജ ചെയ്യുക, ആയില്യ പൂജകളിൽ പങ്കെടുക്കുക, നാഗരാജ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നാഗരാജാവിന് നൂറും പാലും വഴിപാടുകളും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സർപ്പക്കാവിലാണെങ്കിലും മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. രാഹു ജപിക്കുന്നതും ഉത്തമമാണ്. ദിവസവും 1.5 മണിക്കൂർ രാഹുകാലമുണ്ട്. ആ സമയത്ത് രാഹുർ ജപം എന്ന് പറയുന്ന ഒരു വ്രതമുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠാനത്തോടുകൂടി അക്ഷതം പെറുക്കുകയും അത് രാം രാം എന്ന് ജപിക്കുകയും ആ അക്ഷതം ദാനം ചെയ്യുകയും ഒക്കെ ചെയ്താൽ രാഹുർ ദോഷം മാറും എന്നാണ് വേദകാലത്ത് പറയുന്നത്. അങ്ങനെ രാഹുവിന്റെ മാറ്റത്തോടൊപ്പം ഉള്ള ഒരു മാറ്റമാണല്ലോ കേതുവിന്റെ മാറ്റം. അത് 2 ഗ്രഹങ്ങളും വക്രത്തിലാണ്. വക്രം എന്ന് പറഞ്ഞാൽ പുറകോട്ട് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ്, നിഴൽ ഗ്രഹങ്ങളാണ്, പാപഗ്രഹങ്ങളാണ്. അത് 11ാമിടത്ത് നിൽക്കുമ്പോൾ ചിങ്ങം രാശിയിൽ സൂര്യന്റെ ആ സ്വഭാവമൊക്കെ കാണിക്കും. അപ്രതീക്ഷിതമായ ദേഷ്യം, പൊള്ളല്, വീഴ്ച, മുറിവ്, ക്ഷതം, അതുപോലെ തന്നെ മുറിവുകൾ, ഓപ്പറേഷൻ അങ്ങനെയൊക്കെ വന്നു പെടാൻ വളരെ സൂചനയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ പ്രധാനമായിട്ട് ഉള്ള മറ്റൊരു കാര്യം, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുക, പ്രത്യേകിച്ച് ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ, ത്വക്ക് സംബന്ധമായിട്ട്, പല്ല് സംബന്ധമായിട്ട്, കണ്ണ് സംബന്ധമായിട്ട്, ഉദര സംബന്ധമായിട്ട് ഒക്കെയുള്ള അസുഖങ്ങൾ ഈ രാഹുവിന്റെ ഈ 5ലെ സ്ഥിതി കൊണ്ടും കേതുവിന്റെ 11ലെ സ്ഥിതി കൊണ്ടുമൊക്കെ വന്നുപെടാം. അതുകൊണ്ട് തൊഴിൽ രംഗത്തായാലും നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ അതീവ ശ്രദ്ധ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും എതിർ ലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു 1.5 വർഷമാണ് ഇപ്പോൾ ഉള്ളത്. അതിന് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യുക, ക്ഷമയും വിട്ടുവീഴ്ചയും ചെയ്യുക. പ്രത്യേകിച്ച് ദമ്പതികളായിട്ടുള്ളവർ മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒരു കിംവദന്തി കേട്ട് ഉടനെ പൊട്ടിപ്പുറപ്പെട്ട് പിണങ്ങിപ്പോകുന്ന ദമ്പതികളായിട്ടുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും നമുക്ക് സമൂഹത്തിൽ കാണാം. അത് ചെന്നെത്തുക ഡൈവോഴ്സിലാണ്. പോലീസ് സ്റ്റേഷൻ കേസും കോടതിയും അത് ഒഴിവാക്കുന്നതാണ് ജീവിതത്തിന് വളരെ നന്മ തരുന്നത്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.